ക്രിസ്ത്യാനികൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ. പക്ഷേ നമുക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തന്ന പോലെ ഒരു നബിയും ഒരു സമൂഹത്തിനും പറഞ്ഞു കൊടുത്തിട്ടില്ല. ജൂതന്മാർ ഇന്ന് ഇസ്രായേൽ എന്ന രാജ്യമുണ്ട്. നമ്മൾ പറഞ്ഞു, ഇസ്രായേൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട്, ഗർഖദ്. ഗർഖദ്, ആ വൃക്ഷത്തിന്റെ പേരെന്നതാ? ഗർഖദ്. ആ വൃക്ഷം നമ്മള് റോഡ് സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കൂലേ, പാർക്കിലൊക്കെ, അതുപോലെ ലക്ഷക്കണക്കിന്. ഡോക്ടർ ഉമർ അബ്ദുൽ കാഫിരിക്ക് പറയുണ്ടായി, എത്രയോ 16 മില്യണോ, ആ ചെറിയ രാജ്യത്തെ 16 മില്യണോളം ഗർഖദ് വൃക്ഷങ്ങൾ അവർ വെച്ചുപിടിപ്പിച്ചു കഴിഞ്ഞു. എന്താ സംഭവം എന്നറിയോ? ലോകത്ത് അവസാന ഒരു യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കീഴിൽ മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ. അതിൽ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് കിട്ടും. ജൂതന്മാർ അടിയറ പറയും, മുസ്ലിമീങ്ങൾ ജയിക്കും. ആ യുദ്ധം നടക്കുമ്പോ എല്ലാ വൃക്ഷങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി സംസാരിക്കുന്ന കല്ല് പറയും, യാ മുസ്ലിം തആൽ, ഇങ്ങോട്ട് വാ മുസ്ലിമേ, എന്റെ പിന്നിൽ ജൂതൻ ഇരിക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറയും, ഒറ്റുകൊടുക്കും. ഇല്ലൽ ഗർഖദ, ഗർഖദ് എന്ന വൃക്ഷമല്ലാതെ, ഫഇന്നഹാ മിൻ ശജരിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മരമാണ്, ആ മരം വിളിച്ചു പറയൂല. ഈ മരം മില്യൺ കണക്കിന് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ പറയുന്ന ഹദീസിനെക്കാളും വലിയ വിശ്വാസം ജൂതന്മാർക്ക്. അവരുറപ്പിച്ചു കഴിഞ്ഞു. അവര് മസീഹുദ് ദജ്ജാലിനെ വിളിക്കുന്ന പേരാണ് ആന്റി ക്രൈസ്റ്റ്. അങ്ങനെ കാണുള്ളൂ. ഗൂഗിൾ ചെയ്താൽ ആന്റി ക്രൈസ്റ്റ് ഒരുപാട് കിട്ടും. ആന്റി ക്രൈസ്റ്റ്. കുറച്ച് ചെറുപ്പക്കാരെ കൂടിയിട്ട് ദ അറൈവൽസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്ന ഒരു ഡോക്യുമെന്ററി. കുറേയേറെ കാര്യങ്ങളൊക്കെ അത് ശരിയാണ്, കുറച്ച് എക്സാജുറേഷൻ ഉണ്ടെന്ന് മാത്രം. യു എയിലൊക്കെ അത് ബാൻ ചെയ്യപ്പെട്ടൊരു വീഡിയോ ആണ്. ഒരുപാട് സീരീസ്, മണിക്കൂറുകളോളം ഉണ്ട്. ദ അറൈവൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടോന്നല്ല, ഇവിടെ കിട്ടുന്നുണ്ടോ ദ അറൈവൽ? ആരെയും കണ്ടിട്ടുണ്ടോ ദ അറൈവൽ? യൂട്യൂബില് കുറേയേറെ കാര്യങ്ങൾ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി തരും. ആന്റി ക്രൈസ്റ്റ്, ഈസാ നബിയുടെ എതിരാളി. ഈസാ നബിയുടെ എതിരാളി, ആ വാക്കിന്റെ പേരെന്നതല്ലേ ആന്റി ക്രൈസ്റ്റ്. ഈസാ നബിയുടെ എതിരാളി ആര് വിളിക്കുന്നു? ജൂതന്മാർ. ക്രിസ്ത്യാനികളും മസീഹുദ് ദജ്ജാലിനെ ഇന്ന് വിളിക്കുന്ന പേരെന്താ? ആന്റി ക്രൈസ്റ്റ് വരാനുണ്ട്. ജൂതന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ആന്റി ക്രൈസ്റ്റ് വന്നാൽ ഞങ്ങൾ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും, ഞങ്ങൾ ജയിച്ചടക്കും. ആന്റി ക്രൈസ്റ്റ് വന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നു, മസീഹുദ് ദജ്ജാൽ ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടാൽ യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പ് ഡിസോൾവ് ആകുന്ന പോലെ, ഉപ്പ് ഉരുകിത്തീരുന്ന പോലെ ഈസാ നബിയെ കണ്ടാൽ ഈ മസീഹുദ് ദജ്ജാൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ ഉരുകിത്തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മസീഹുദ് ദജ്ജാലിനെ വധിക്കുന്നത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമാണ്, ഈസാ നബിയാണ്. യഖ്തുലുഹു ഈസാ ഇബ്നു മറിയം, ഈസാ നബി, മറിയമിന്റെ പുത്രൻ ഈസാ നബി മസീഹുദ് ദജ്ജാലിനെ വധിക്കുക തന്നെ ചെയ്യും. എവിടെ വെച്ച്? ബിബാബ് ലുദ്, ലുദ് എന്ന നഗരത്തിന്റെ വാതിൽക്കൽ വെച്ചിട്ട്. ലുദ് ഇന്നത്തെ ഇസ്രായേലിലെ, പലസ്തീനികൾ എന്ന് പിടിച്ചടക്കിയ ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ചരിത്രയിലെ പ്രധാനപ്പെട്ട നഗരമാണ് ലുദ്. ഇസ്രായേലിന്റെ എയർപോർട്ട് കിടക്കുന്ന ഭാഗം ലുദ്ദാണ്. ലുദ്ദിന്റെ പിക്ചറുണ്ട്. ഞങ്ങളുടെ യു എയിൽ പഠിപ്പിക്കുന്ന ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ലേണിംഗ് ഇസ്ലാം, ഐ ലവ് ഇസ്ലാം, ഒരു 1 to 6 സീരീസ് ഉണ്ട്. ലേണിംഗ് ഇസ്ലാം 1 to 6 സീരീസ്. അതിൽ ലേണിംഗ് ഇസ്ലാം പാർട്ട് 5, അതായത് 11ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ലുദ്ദിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ലുദ് എന്ന നഗരത്തിന്റെ പിക്ചർ. ആ ലുദ്ദിൽ വെച്ചിട്ട് മസീഹുദ് ദജ്ജാലിനെ ഈസാ നബി പിടികൂടുക. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി മസീഹുദ് ദജ്ജാലിനെ പിടിക്കുന്ന സ്ഥലം ഇന്ന് ഇസ്രായേലിന്റെ എയർപോർട്ട്. നബി തങ്ങൾ പറഞ്ഞു, അവൻ യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന നേരത്തായിരിക്കും ഈസാ നബിയെ പിടിക്കാൻ. വല്ല ഫ്ലൈറ്റും കയറി പോകാൻ നിൽക്കായിരിക്കും, എമിഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്ന നേരത്തായിരിക്കും ഈസാ നബി പിടിച്ച് കൊണ്ടുവരുന്നത്. ഈ രീതിയിൽ ആധുനികന് മനസ്സിലാകത്തക്ക രീതിയിൽ ഹദീസിന്റെ വചനങ്ങൾ ശരിക്ക് പച്ചയിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആരാണ് മസീഹുദ് ദജ്ജാൽ? അവനിവിടെ ഉണ്ടോ? എന്താണ് അവന് സംഭവിച്ചത്? എന്താ നമുക്ക് കാണാൻ പറ്റാത്തത്? അവൻ ആരെങ്കിലും കണ്ടവരുണ്ടോ? ഇൻഷാ അല്ലാഹ്, a short break.
صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ലഹ്മ ജുദാം എന്ന ഗോത്രത്തിലെ 30ഓളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം ആ ഗോത്രത്തിലെ 30ഓളം ആളുകൾ അവർ ഒരു യാത്ര പോവുകയാണ്. ആ യാത്രക്കാരിലുണ്ട് മഹാനായ സുഹാബി തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. ഇവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ, അവർക്കൊന്നും ഇരിക്കാൻ ചേരില്ലേ? നമ്മൾ എണീക്കുമ്പോൾ മിനിമം ഒരു ഇരിക്കെങ്കിലും വേണം. അവർക്ക് ഇരിക്കാൻ തരമില്ല, അവിടെ നിൽക്കാൻ. എന്തെങ്കിലും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ കുറച്ച് കസേര ബെഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കി. നമ്മുടെ അതിഥികളാണ്, സംഘാടകർ. അൽഹംദുലില്ലാഹ്. അപ്പോ 30ഓളം വരുന്ന ആളുകൾ ലഹ്മ ജുദാം എന്ന ഗോത്രത്തിലെ 30ഓളം ആളുകൾ കടലിൽ യാത്ര പോയ ചരിത്രം സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. സ്വഹീഹായ ഹദീസ്. ആ യാത്രക്കാരിലുണ്ട് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. തമീമുദ്ദാരിയെ ഓർമ്മ വരണം. ആ സ്വഹാബിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നിർവഹിക്കപ്പെട്ടപ്പോൾ ആ 20 റക്അത്ത് തറാവീഹിന് ഉമർ റളിയല്ലാഹു അൻഹു ഇമാം നിർത്തിയിരുന്ന സ്വഹാബി. 2 സ്വഹാബിമാരിൽ ഒരാൾ ഈ സ്വഹാബിയാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുസ്ലിം ആവാനുണ്ടായ കാരണമാണ് പറയുന്നത്. ലഹ്മ ജുദാം ഗോത്രത്തിലെ 30ഓളം ആളുകൾ കടലിൽ യാത്ര പോയി. അവരുടെ കപ്പലുകൾ തകർന്നടിഞ്ഞ് ഒരു ദ്വീപിലെത്തിപ്പെട്ട കഥയാണ് അവർ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു കൊടുത്തു. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എല്ലാവരെയും പള്ളിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ഇരിക്കിൻ. നിങ്ങളെ പേടിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നുമല്ല ഞാനിപ്പോൾ വിളിച്ചത്. പക്ഷേ തമീമുദ്ദാരി എന്ന ഈ ചെറുപ്പക്കാരൻ അഖ്ബറനി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച അതേ വസ്തുതകളായി അദ്ദേഹം കണ്ടിരിക്കുന്നു. അത് പഠിപ്പിച്ചു തരാൻ, തമീമുദ്ദാരിയുടെ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ഇതെന്തല്ല ദഈഫല്ല, എന്തല്ല മൗദൂഅൻ തള്ളിക്കളയുന്ന ഹദീസൊന്നുമല്ല. എന്താ സ്ട്രോങ് ഹദീസാണ് സ്വഹീഹ് മുസ്ലിം. ഞങ്ങൾ യാത്ര പോയി. അങ്ങനെ ഞങ്ങളുടെ കപ്പൽ തകർന്നടിഞ്ഞ് ഞങ്ങൾ ഒരു വിജനമായ ദ്വീപിലേക്ക് കയറി ചെന്നു. ഞങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്. 30ഓളം ആളുകളായ അറബികൾ. അന്ന് അറബികൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാണ്. വോയേജേഴ്സ്. ഒരു GPS സംവിധാനം ഇല്ലാതെ അവർ യാത്ര ചെയ്തത്. നമ്മുടെ കോഴിക്കോട് കാപ്പാടും കൊച്ചിയിലും നമ്മുടെ കൊയിലാണ്ടിയിലൊക്കെ അറബികൾ നടത്തിയ യാത്രയൊക്കെ എങ്ങനെ, എന്തൊരു അത്ഭുതമാണല്ലേ. നമുക്ക് പോകാൻ പറ്റും. ഇപ്പോ എല്ലാ സംവിധാനമുള്ള കപ്പലുണ്ട്. ഒന്നുമില്ല, പായക്കപ്പല് പോരല്ലേ, എവിടെ എത്തുന്ന എന്തറിയും. അങ്ങനെ ധൈര്യം കാണിച്ചൊരു സമൂഹം ഉണ്ടായതുകൊണ്ടാ അവരിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ പറഞ്ഞു വെച്ചിരുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറബികൾ ചെയ്യുന്ന പോലെ ത്യാഗം ഒരു സമൂഹത്തിനും ചെയ്യാൻ പറ്റൂല എന്ന് അല്ലാഹുക്കറിയാം. അതുകൊണ്ട് നബി തങ്ങൾ അങ്ങോട്ട് അയച്ച് അവരെ കൊണ്ട് ലോകത്തിന്റെ ദഅവത്ത് എല്ലായിടത്തേക്കും അവരെത്തിച്ചു തന്നത് മാലിക് ദീനാർ തങ്ങൾ അടക്കം. അങ്ങനെ വന്നവരല്ലേ. അവർ യാത്ര പോയി. കപ്പൽ തകർന്നടിഞ്ഞ് ഒരു ദ്വീപിലേക്ക് അഭയം പ്രാപിച്ച കഥയാണ് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നത്. നബിയെ, ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഫസ്തഖ്ബലത്നാ ദാബത്തുൻ, ഒരു മൃഗം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സൗദാ, ഒരു കറുത്ത ഭയങ്കരമായ അദീമ, ഒരു ഭീമാകാരമുള്ള ഒരു ജീവി. അതിന്റെ മുൻവശമേതാണ് പിൻവശമേതാണെന്നും കണ്ടാൽ അറിയുന്നില്ല. ആകെ രോമാവൃതമായ ഒരു ജീവി. ആ ജീവിയെ കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു നബിയെ. ഞങ്ങൾ ചോദിച്ചു, മാ അൻത, ഈ ആരാണ് എന്ന് ചോദിച്ചു. നീ എന്താണ് ചോദിക്കണ്ടേ? അത് വിചാരിച്ച് മറുപടി പറയില്ല. ആ സാധനം മറുപടി പറഞ്ഞു. അതാണ് അത്ഭുതം. ആ ജീവി ഞങ്ങളോട് മറുപടി പറഞ്ഞു, അനൽ ജസ്സാസ, ഞാൻ ജസ്സാസ എന്ന മൃഗമാണ്.
ഞങ്ങൾ ചോദിച്ചു അമൽ ജസ്സാസ എന്താണ്